PCOS ഉള്ള ആളുകൾക്കൊക്കെ പ്രമേഹമുള്ള രോഗികൾക്ക് കൊടുക്കുന്ന അതേ മെഡിസിൻ, അതായത് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ മെഡിസിൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവാറുണ്ട്. കാരണം അവർക്ക് അസുഖം PCOS ആണ്. അവർ മെറ്റ്ഫോമിൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മക്ക് ഡയബറ്റീസ് ഉണ്ട്. അവരും ഇതേ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അസുഖത്തിന് എങ്ങനെയാണ് ഒരേ മരുന്ന് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ള ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ PCOSും ഡയബറ്റീസും ഒരേ കാരണങ്ങൾ കൊണ്ട് വരുന്ന ഒരേപോലത്തെ അസുഖമാണ്. അതായത് ഒരു ഇൻസുലിൻ, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത സമയത്ത് വരുന്ന ഒരു മൈൽഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് PCOS എന്ന് പറഞ്ഞത്. അതിൻ്റെ കുറച്ചും കൂടി അപകടം കൂടിയ ഒരു സിറ്റുവേഷനാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ കാരണം കൊണ്ട് ഒരേ മെക്കാനിസം വഴി ഉണ്ടാകുന്ന രണ്ട് അസുഖമാണെങ്കിലും അതിൻ്റെ കാരണം ഒന്നായത് കൊണ്ടാണ് ഈ 2 അസുഖങ്ങൾക്കും ഒരേ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ PCOS റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്, അതേ കാര്യങ്ങൾ നിങ്ങളെ വീട്ടിലുള്ള ഒരു പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ അവരും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ PCOS റിവേഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവരെ പ്രമേഹവും നല്ല രീതിയിൽ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും.